ബി.ജെ.പിക്കെതിരെ കടുത്ത വിമർശനവുമായി ആർ.എസ്.എസ് മുഖപത്രമായ ഓർഗനൈസർ താഴെത്തട്ടിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ശ്രമിച്ചില്ലെന്നും പ്രധാനമന്ത്രിയുടെ പ്രഭാവത്തെയും ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തെയും മാത്രം ആശ്രയിച്ചുവെന്നും ഓർഗനൈസർ പറയുന്നു. സിബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സിബി, കഴിഞ്ഞ 10 വർഷം ഓർഗനൈസറും ആർ.എസ്.എസ് നേതൃത്വവും ഇതൊന്നും കണ്ടതും കേട്ടതുമില്ലേ? എപ്പോഴെങ്കിലും അവർ ഈ സർക്കാരിനെ നിയന്ത്രിക്കാൻ ഇടപെട്ടിട്ടുണ്ടോ? സാധാരണ മനുഷ്യനെ എത്രയധികം ദ്രോഹിക്കുന്ന തീരുമാനങ്ങൾ കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാർ എടുത്തു. അന്നെല്ലാം നിശബ്ദരായിരുന്നവർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഈ ഒരു വീണ്ടുവിചാരവും ബോധോദയവുമായി രംഗത്ത് വന്നിരിക്കുന്നു. സിബി, തീർച്ചയായും ഷമ്മി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റ വലിയ തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ബി.ജെ.പിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ആർ.എസ്.എസ് രംഗത്തെത്തിയിരിക്കുന്നത്. ആർ.എസ്.എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറാണ് ഇപ്പോൾ ലേഖനം വഴി ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ഓരോ പ്രവർത്തനത്തെയും വിലയിരുത്തിക്കൊണ്ട് അതെല്ലാത്തിനെയും തിരിച്ചടിയായി എന്ന രീതിയിൽ ഇപ്പോൾ ഒരു വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നരേന്ദ്രമോദിയെയും അമിത്ഷായും അടക്കമുള്ള ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി അവരിലേക്ക് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഈ ഒരു ലേഖനം എന്ന് നമുക്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനമായ വാക്കുകൾ എന്ന് പറയുന്നത് ഈ താഴെത്തട്ടിലുള്ള ആളുകളെ, ഈ താഴെത്തട്ടിലുള്ള ജനങ്ങളെ അടിത്തറയാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയില്ല നേതാക്കൾ. ഇതിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവത്തിലും മറ്റു ചില ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലും മാത്രം ആശ്രയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വിജയിക്കുമെന്ന് കരുതി. പക്ഷേ അതെല്ലാം തന്നെയും ആ കണക്കുകൂട്ടൽ പാളിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് ഈ ലേഖനം കൃത്യമായി പറയുന്നു. നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് സ്വന്തം ലോകത്ത് ഒതുങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ശബ്ദം പോലും കേൾക്കാൻ തയ്യാറായില്ല എന്നും ഈ മുഖപത്രം ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. പാർട്ടിക്കായി സ്വയം സമർപ്പിച്ച ആ മുതിർന്ന നേതാക്കളെ പോലും മറക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മറിച്ച് അതിന് പകരം പുതിയ തലമുറയിലെ സെൽഫി കേന്ദ്രിത ആക്ടിവിസ്റ്റുകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അതും ഒരു പ്രതികൂല സാഹചര്യമായി മാറിയെന്നും ഈ ആർ.എസ്.എസിൻ്റെ മുഖപത്രമായ ഇതിൽ ഓർഗനൈസർ വ്യക്തമാക്കുന്നു. ഇതിൽ പ്രധാനമായും മുതിർന്ന ആർ.എസ്.എസ് നേതാവ് രത്തൻ ശാരദ എഴുതിയ ലേഖനവും ഹേമാംഗി സിൻഹ, സന്തോഷ് കുമാർ എന്നിവർ എഴുതിയ ലേഖനത്തിലുമാണ് ഈ ഒരു ബി.ജെ.പിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ബി.ജെ.പിയുടെ കൃത്യമായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ലേഖനത്തിൽ ഉടനീളം എഴുതിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ ധാർഷ്ട്യം കാട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത കാട്ടില്ലെന്നും കഴിഞ്ഞ ദിവസം ആർ.എസ്.എസ് നേതാവായ മോഹൻ ഭാഗവത് വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ലേഖനം കൂടി വന്നിരിക്കുന്നത്. ഇതിൽ അമിതമായൊരു ആത്മവിശ്വാസം ബി.ജെ.പിക്ക് ഉണ്ടായി, അതും വലിയ മാറുകയും ചെയ്തുവെന്നും ഈ ലേഖനം പറയുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു ശരിയായ പരിശോധനയ്ക്ക് ഉള്ള ഒരു സമയമാണെന്നും അത് ബി.ജെ.പിക്ക് ഒരു അനുഭവമാണെന്നും ഈ ലേഖനം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യമായിരുന്നു 400 സീറ്റ് എന്നുള്ളത്. ഈ 400 സീറ്റ് എന്നുള്ള ആ ബി.ജെ.പിയുടെ ഒരു പ്രഖ്യാപനം തന്നെ ജനങ്ങളിലും മാത്രമല്ല പ്രത്യേകിച്ച് ബി.ജെ.പി പ്രവർത്തകർ പോലും ഒരു ആശയക്കുഴപ്പമുണ്ടായി. ഇത് തങ്ങളെ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കാനാണോ അതല്ലെങ്കിൽ ഈ ബി.ജെ.പിയുടെ ലക്ഷ്യമാണോ എന്നെല്ലാം തന്നെയും തിരിച്ചറിയാൻ പോലും പാർട്ടി പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എന്നും ഈ ലേഖനത്തിൽ പറയുന്നു. കൂടാതെ ഈ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവും, ഇപ്പോൾ സാധാരണപ്പെട്ട മനുഷ്യർ, ഉത്തർപ്രദേശിലെയും അതുപോലെ തന്നെ ബീഹാറിലെയും ഹരിയാനയിലെയും എല്ലാം കർഷകർ, അങ്ങനെയുള്ള അടിസ്ഥാന വർഗ്ഗങ്ങളാണ് ബി.ജെ.പിക്കെതിരായിട്ട് ഏറ്റവും ശക്തമായ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുന്നത്. അതായത് ജനങ്ങളെ, സാധാരണ മനുഷ്യനെ, അടിസ്ഥാന ജനവിഭാഗങ്ങളെ പാടെ മറന്നുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒരു ഭരണമാണ് ഈ കാലയളവിൽ നരേന്ദ്രമോദി സർക്കാർ നടത്തിയത് എന്നുള്ള ഒരു തിരിച്ചറിവ് വൈകിയെങ്കിലും, ഒപ്പം തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും വളരെ സൂക്ഷ്മമായി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇടത്തരക്കാരെയും സാധാരണക്കാരെയും ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാം, അവരിൽ നിന്ന് പണം ഈടാക്കിയെടുക്കാം എന്നുള്ളതിൽ ഗവേഷണം ചെയ്തിട്ടുള്ള ഒരു ധനകാര്യ മന്ത്രാലയവും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമാണെന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. സാധാരണപ്പെട്ട ഇടത്തരക്കാരൻ്റെ കയ്യിൽ നിന്ന് ഏതൊക്കെ വഴിയിൽ GST തൊട്ട് ഇങ്ങോട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ധനമന്ത്രിയായി നിർമ്മലാ സീതാരാമനെ തന്നെ വീണ്ടും കേന്ദ്ര സർക്കാർ വെച്ചത്. നമ്മൾ കാണാത്ത, നമ്മൾ ചിന്തിക്കാത്ത വഴികളിലെല്ലാം ഇവർ ഓരോ തടയണ കെട്ടി അവിടെ നിന്ന് സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് പൈസ ഊറ്റിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ സാധാ മനുഷ്യനെ വലിയധികം ദ്രോഹിച്ച ഒരു സർക്കാരാണ്. ഇപ്പോഴെങ്കിലും വൈകിയാണെങ്കിലും ആർ.എസ്.എസിന് ഈ ഒരു തിരിച്ചറിവ് വന്നു എന്നുള്ളതല്ലേ?
തീർച്ചയായും ഷമ്മി അത് തന്നെയാണ്. കാരണം നമുക്കറിയാം UP-യിലടക്കം ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വോട്ടാണ് BJPക്ക് ലഭിക്കാതെ വന്നത്. പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ച BJPക്കുണ്ടായി. അത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി BJPക്ക് മാറിയത്. പ്രത്യേകിച്ച് നമുക്കറിയാം കർഷക വിരുദ്ധ ഒരു സമരങ്ങൾ നടന്നാലേ കർഷക സമരങ്ങൾ നടന്നു. കർഷകരെല്ലാം തന്നെയും എതിരാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുന്നു, വിലക്കയറ്റം വർദ്ധിക്കുന്നു. അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ അനുഭവിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. അത് തന്നെയാണ് BJPയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയും ചെയ്തത്. എന്തായാലും ഈ മോദി പ്രഭാവം കൊണ്ടും ദേശീയത പറഞ്ഞുകൊണ്ടും എങ്ങനെയും അധികാരത്തിൽ കയറാമെന്ന BJPക്ക് വലിയ തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം നൽകിയത്. അത് തന്നെയാണ് ഈ RSS ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഏറ്റവും പാവപ്പെട്ട ജനങ്ങളിൽ താഴ്ത്തട്ടിൽ നടത്തുന്ന കഠിനമായ അധ്വാനത്തിലൂടെയാണ് പാർട്ടി വളർന്നതെന്ന് RSS കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകുന്നു. നേതാക്കളും പ്രവർത്തകരും അവരുടെ ചെറിയ ലോകത്ത് അടച്ചിരുന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രഭാവം സൃഷ്ടിച്ച അലയൊലികൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു എന്നുള്ള വാക്കാണ് ഇപ്പോൾ ഈ ഒരു ലേഖനത്തിൽ RSS കൃത്യമായി വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല മറ്റു പ്രധാനപ്പെട്ട കാര്യം അയോധ്യയിലെ തോൽവി, അയോധ്യ രാമക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദിലെ തോൽവി പോലും വളരെ വലിയ രീതിയിൽ തിരിച്ചടിയായെന്നും ഈ ലേഖനത്തിൽ പറയുന്നു. പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഒരു വലിയ തരംഗം സൃഷ്ടിക്കുമെന്ന് BJP കണക്കുകൂട്ടി. പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നും ഈ ലേഖനം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പോലും ഈ അയോധ്യ രാമക്ഷേത്രം ആഗ്രഹിച്ച പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരെ ക്ഷണിച്ചില്ല, മറിച്ച് സെലിബ്രിറ്റികളെ മാത്രം ക്ഷണിച്ചുകൊണ്ടൊരു ഉദ്ഘാടന ചടങ്ങാക്കി മാറ്റിയതും വലിയ തിരിച്ചടിയായി എന്നെല്ലാം തന്നെയും ഈ RSS ലേഖനം പറയുന്നു. അങ്ങനെ തീർത്തും അടിത്തട്ടിലുള്ള ആളുകളെ അവരെ മനസ്സിലാക്കാനോ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ BJP ശ്രമിച്ചില്ല. അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇത്തരത്തിൽ ഒരു വലിയ തിരിച്ചടിക്ക് കാരണമെന്നുള്ളതാണ് ഇപ്പോൾ RSSന്റെ ഈ മുഖപത്രത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മോഹൻ ഭാഗവത് അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെയും വലിയ രീതിയിൽ BJP വിമർശിച്ചുകൊണ്ട് മുന്നിൽ വന്നിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂർ സംഭവത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി മണിപ്പൂരിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും വലിയ രീതിയിൽ ഇപ്പോഴും അവിടെ വലിയ കലാപം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലും ഇപ്പോഴാണ് RSS പറയുന്നത് ഈ മണിപ്പൂരിൽ ഇടപെടണമെന്നൊരു ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മോഹൻ ഭാഗവത് അടക്കം രംഗത്ത് വരികയും ചെയ്തത്. നമുക്കറിയാം മണിപ്പൂരിൽ 2 സീറ്റുകളിലും കോൺഗ്രസിനാണ് അവിടെ വിജയം നേടാനായത്. അവിടെ കുക്കി വിഭാഗം മാത്രമല്ല മെയ്തൈ വിഭാഗം BJP പിന്തുണയ്ക്കുന്ന മെയ്തൈ വിഭാഗം പോലും BJPക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് അവിടെ ഉണ്ടായത്. അത് തന്നെയാണ് ഒരു വലിയ രീതിയിലുള്ള വിമർശനത്തിനും കാരണമാകുകയും ചെയ്തത്. എന്തായാലും അടിത്തട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കാണാത്തത് തന്നെയാണ് BJPക്ക് ഈ ഒരു വലിയ തിരിച്ചടിയായത് എന്നുള്ളൊരു ശക്തമായ മുന്നറിയിപ്പും. കൂടാതെ നരേന്ദ്രമോദിയും അമിത്ഷായും അല്ലെങ്കിൽ മോദിയുടെ പ്രഭാവത്തിൽ ജയിച്ചു കയറാമെന്ന ഒരു വലിയ ആത്മവിശ്വാസമാണ് ഇതിന് തിരിച്ചടിയായതെന്നും കൃത്യമായി RSS പറയുമ്പോൾ സ്വാഭാവികമായും അത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നേരെയുള്ള ഒരു വലിയ ചൂണ്ടുവിരൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഷമ്മി. തീർച്ചയായും RSS നേതൃത്വം വളരെ ശക്തമായി തന്നെ BJPയുടെ നയങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായപ്പോൾ മാത്രമാണ് ആ ഒരു തിരിച്ചറിവ് അവർക്ക് വന്നത് എന്നതാണ് യാഥാർത്ഥ്യം.